ഹലോ ഗൈസ്, പുതുവിടേക്കെല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമുക്ക് രാത്രി ഇന്നലെ നമ്മൾ വെച്ചതിന് ശേഷം കുഴപ്പമില്ലാത്ത മഴയും കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര മഴയല്ല, ചെറുതായിട്ട് ചാറലും ആയിട്ടൊരു കുറച്ചധികം നേരത്തേക്ക് ചാറലായിട്ട് നിന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നനവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വെച്ചിട്ടുള്ള വെണ്ട തൈകളുടെ സിറ്റുവേഷനും അവയുടെ ക്ലിയർ പിക്ചറും ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ വെണ്ട തൈകൾ വെച്ചതിൻ്റെ അവസ്ഥ. സോ ഇങ്ങനെ എല്ലാം സെറ്റായി നിൽപ്പുണ്ട്. പിന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇവിടത്തേക്ക് നമുക്ക് കളയ്ക്കാനും കുറച്ചുകൂടിയും ഈസിയറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ രാത്രി മഴയും കൂടി കിട്ടുകയാണെങ്കിൽ ഇനി അവർ സെറ്റായി വന്നോളും. സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ മാരിഗോൾഡിൻ്റെ തൈകളും കൂടി നമുക്ക് വെച്ച് കൊടുക്കാറുണ്ട്. സോ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇന്ന്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ചീരയുടെ വിത്തിടാം. സൈഡുകളിലൊക്കെ ആയിട്ട് വിത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെട്ടിപ്പൂവിൻ്റെ തൈകൾ നിൽപ്പുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് സെറ്റാക്കി കൊടുക്കാം. സോ എന്തായാലും പരിപാടി ഇതിപ്പോൾ രാവിലെ 7 മണി സമയമാണ്. സോ എന്തായാലും വൈകിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കാണിച്ചു തരാട്ടെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വന്ന് നോക്കിയാലിപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ വെള്ളം വിട്ടുണ്ട്. സംഭവം വെയിലൊക്കെ ആയതിനിപ്പോൾ പുതിയത് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊരു വാട്ടം കാണാനുണ്ട് വേണ്ട വയസ്സ്. സോ നമ്മളെ വെള്ളമൊക്കെ ചാലുണ്ടാക്കിയതിൽ വെള്ളം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. സോ എന്തായാലും നനച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുക്കാൻ. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നനച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അറ്റത്ത് നമ്മൾ ഇന്നലെ ബാക്കി പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് കംപ്ലീറ്റ് ചെയ്യണം. സോ എന്തായാലും അത് ചെത്തിവെടുപ്പാക്കി സെറ്റാക്കി എടുക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കളയ്ക്കണ പണി തുടങ്ങാം. സോ അങ്ങനെ നമ്മൾ കളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പകുതി കുറച്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളത് എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഓൾറെഡി ചെറിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയാലും ഇന്ന് പിന്നെ വെട്ടുമ്പോൾ വലിയ സീൻ ഉണ്ടായില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ഫ്രീ ആയിട്ട് വെട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഞാൻ വെട്ടി സെറ്റാക്കി എടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാം, ഒരു തടം പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തടം പോലെ അതിൽ നമുക്ക് മഞ്ഞൾ നട്ടു കൊടുക്കാം. സോ അതിന് ഇപ്പോൾ ഇന്നിങ്ങനെ കിടന്നിട്ട് നാളത്തേക്ക് നമുക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് 2 ദിവസം കിടന്നതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം. പിന്നെ ഇവർക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. നാളത്തേക്ക് കുറച്ചുകൂടി ഉഷാറാവും. ഇനിയിപ്പോൾ ഇവിടെ ഗ്യാപ്പിലേക്ക് നമുക്ക് ചെട്ടി തൈനെ പറിച്ച് സെറ്റാക്കി കൊടുക്കാം. ഇന്നത്തെ പരിപാടി അതാണ്. അപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചെട്ടി തൈ എടുക്കാം. ചെട്ടി തൈ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ആവശ്യമുള്ള ഓരോന്നായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. പതുക്കെ പറിക്കണം വേര്. പിന്നെ ഇവിടെ വേരായതുകൊണ്ട് വലിയ സീനില്ലാണ്ട് നമുക്ക് കിട്ടും. കുഴപ്പമില്ലാണ്ട് ഈസി ആയിട്ട് ഇങ്ങോട്ട് പോരും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വേരടക്കം പോന്നിട്ടുണ്ട്. സോ എന്തായാലും ഇനി നമുക്ക് ബാക്കിയും കൂടിയും പറിച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ചെട്ടി തൈ പറിച്ചപ്പോൾ ഉണ്ടമണിയുടെ തൈയും കൂടി ഒന്നിച്ച് പോന്നിട്ടുണ്ട്. സോ ഇതെന്തായാലും നമുക്കിനി താഴത്ത് പോയിട്ട് മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഒരു കുഴി എടുത്തിട്ട് നമ്മൾ 2 വെണ്ട തൈയുടെ നടുവിലായിട്ടാണ് ചെട്ടി തൈ വെച്ച് കൊടുക്കണം. സോ വെണ്ട തൈകളൊക്കെ നടിഭാഗം നോക്കിയിട്ട് അതുപോലെ കുഴി കുത്തിയിട്ട് നമുക്ക് തൈ വെച്ച് കൊടുക്കാം. ഒരു തൈ ഇങ്ങനെ എടുക്കുക, ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, സെറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. സെറ്റ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെട്ടി തൈകൾ ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കയറി വന്നിട്ടുള്ള ഉണ്ടമണി തൈ നമ്മൾ ആ ലാസ്റ്റിൽ അത് മാത്രമായിട്ട് വെച്ച് കൊടുത്തതാണ്. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് ചെട്ടി തൈ മാരിഗോൾഡ് വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നനച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്നത്തെ പണി നമ്മുടെ കഴിയും. സോ ഗൈസ്, നമുക്കിനി നനച്ച് സെറ്റാക്കി കൊടുക്കാം. നമ്മളങ്ങനെ ഫുള്ള് വെള്ളമൊഴിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ തടത്തിൻ്റെ സൈഡിലുള്ള കനാലിലും വെള്ളമാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് നാളത്തേക്ക് രാവിലെ ഒന്നും കൂടി നനച്ച് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നാളെ നമുക്ക് വളമിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് മഞ്ഞൾ നടാനും അതിൻ്റെ
മുകളിൽ കൂടെ നമുക്ക് ചീര വിത്ത് വിതറി സെറ്റാക്കി കൊടുക്കാം കൈ സോറി. അപ്പോൾ വിതറി സെറ്റാക്കി അടിപൊളിയാക്കി എടുക്കാം. സോ എന്തായാലും ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രകൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ വഴി അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ബായ് പറയും മുമ്പ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡു വാച്ച് ഇറ്റ്. ലിങ്ക് താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം, കാണാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും